തുണി മടിക്കാൻ ഓളാടാന്ന് വെച്ചാൽ ഫോണിൽ കുത്തി 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 ഒരു ഭാഗം നിസ്കരിക്കും ചെയ്യുക. അയ്യോ പാത്തുമ്മ വിളിക്കുന്നുണ്ടല്ലോ. എത്ര ദിവസമായി എന്നെ കണ്ടിട്ട്. നീ ഇപ്പൊ ചെക്കന്റെ വീട്ടിൽ തന്നെയാ തോന്നുന്നേ. ആണേ ചെക്കനും പെണ്ണും എന്നെ വിടണ്ടാ. ഞാൻ ചെക്കൻ അല്ല എനിക്കറിയോ, ഞാന് സൈനബാൻ്റെ പോയില്ലേ, ഞാൻ അവളോട് പറഞ്ഞേ ഞാൻ 1 കിലോ നിതാട വാങ്ങിച്ചു എന്നിട്ട് പറയാം. 1 കിലോ നിതാട വാങ്ങിച്ചു വെച്ചിരുന്നു. നോക്കണേ പറ്റിയ ഒരാളത്തേക്ക് അതൊന്നും കാണുന്നില്ല. എനിക്കിങ്ങനെ സൈനബ് തന്നെ കട്ടോണ്ട് പോവുകയും ചെയ്തു. എനിക്കൊരു കാര്യം, സൈനബില്ലാതെ ഒരു സൈഡുണ്ടായി എണ്ണ വേണം പറഞ്ഞിട്ട് വന്ന് മോളെ. എന്നിട്ട് പിന്നെ ഓരോ ദിവസം ഇങ്ങനെ വ്യക്തന്നെ എണ്ണ വെളിച്ചെണ്ണ വിളിച്ചു. ഞാൻ കണ്ടിട്ടൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഒന്ന് പോയി നോക്കുമ്പോ മോളെ ബില്ല കുറേ കുപ്പിയിലൊന്ന് ഓളാണെല്ലാം ഇതാക്ക ഇട്ടിട്ടു. എണ്ണക്കൽ എത്രയാ പൈസ? ഇതിനേക്കാളും പൈസ ഉണ്ടല്ലോ. പിന്നെ കറിയാം ഒരു ദിവസം ഓളം ചെയ്ത എൻ്റെ അടുത്തേക്ക് ഒന്ന് നമുക്ക് ഒരു 10,000 തരുമോ ചോദിച്ചിട്ട് പറഞ്ഞ പൈസ. അതിൻ്റെ കൊടുത്ത പൈസ അത് ബുക്കിൽ എഴുതി വെക്കലുണ്ട് എല്ലാവരും പൈസ. ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ച് എന്നിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പില്ലേ ഞാനോളെ വീട്ടിൽ പോയി ചോദിച്ചതാ. അവിടെ നീ എത്ര ദിവസമായി ഞങ്ങൾക്ക് പൈസ തരാനുണ്ട്? 10,000 ഇല്ലാണെങ്കിൽ ഞങ്ങൾക്ക് പൈസ തരാനുണ്ട് പറഞ്ഞ്. അപ്പോൾ പറയാനേ അങ്കറിയൊന്നും ചെയ്ത് നീയൊക്കെ തന്നിട്ടൊന്നുമില്ല പൈസ. ഞാനാകെ വിട്ടിപ്പോയി. ഞാനൊരു ആ ബുക്ക് കൊടുത്തോളെ വീട്ടിലേക്ക് അങ്ങ് പോയി. അവൻ ഇതെന്തിൻ്റെ പേര് വല്ല ഇതാകട്. അപ്പിക്കൊരു കഥ അറിയോ? ഞാനില്ലേ ആര്യോ പേര് വെച്ചിന് ഞാൻ അന്തർമാരുടെ പേര് എഴുതി വെച്ച. അല്ലാ അങ്ങനെ ഞാൻ പറയുന്നേക്ക് ഞാൻ മുളകെല്ലാം ചെയ്തു. മുളക് ഉണക്കി ഇതെല്ലാം ആർത്തിയിട്ട് ഇങ്ങനെ വിരിച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഉപ്പ് അന്നേരം ഉണ്ട് സീനപ്പാനോട് ഉപ്പാണെന്ന് അറിയും. ഉപ്പ് എടുത്ത് കൊടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ അവൾ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഇച്ചിരി പഞ്ചസാര കൂടി. പിന്നെ പഞ്ചസാര കൂടി വേണമെന്ന് പറഞ്ഞില്ലേ?